ഇനി നമുക്ക് തന്ത്രശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും ഞാനിപ്പോൾ എടുക്കുന്ന പുസ്തകം എന്ന് പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഞാൻ ഇന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലാർണവ തന്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. കാരണം ഇതിനകത്ത് 13-ാമത്തെ അധ്യായത്തിൽ ത്രയോദശോല്ലാസത്തിൽ ശ്രീ ഗുരുലക്ഷണം എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ ഭഗവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ശ്രീ ഗുരു പരമേശാനി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു 7-8 ശ്ലോകത്തിന് 48 മുതൽ 50 വരെയുള്ള വേഴ്സിനകത്ത്, അതായത് ശ്ലോകത്തിനകത്ത് ഗുരുലക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. നമുക്ക് ലാസ്റ്റ് അതിനൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് എന്തൊക്കെയായിരിക്കണം ഗുരു എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കാം. ഹേ പരമേശാനി, ഗുരു ശുദ്ധമായ വേഷാദികൾ അണിഞ്ഞവനും സുന്ദരനും സർവസാമൂതിരിക ലക്ഷണങ്ങളോടു കൂടിയവനും ശരീരത്തിലെ എല്ലാ അവയവങ്ങളോടെ പൂർണ്ണനും സർവശാസ്ത്രങ്ങളും അറിഞ്ഞവനും സർവ ആഗമശാസ്ത്രങ്ങൾ എന്നിവയുടെ പൊരുൾ അറിഞ്ഞവനും സർവമന്ത്രങ്ങളുടെയും വിധാനങ്ങൾ അറിഞ്ഞവനും ലോകം മുഴുവൻ, അതായത് ആധ്യാത്മികരായിട്ടുള്ളവർക്ക് ലോകം മുഴുവൻ മോഹിപ്പിക്കത്തക്ക കഴിവുള്ളവനും ദേവനെ പോലെ പ്രശോഭിക്കുന്നവനും സുമുഖനും ആയിരിക്കണം, സുലഭനായിരിക്കണം, സ്വച്ഛനായിരിക്കണം. സുലഭനാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഒരു ദീക്ഷ എന്നിട്ട് പിന്നെ അവരവരുടെ വഴിക്കങ്ങ് പോവുക. ആ ഒരു കിട്ടി അവരുടെ ഒരു നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ഒരാളായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകിനൊന്നും പോവാതിരിക്കുക എന്നുള്ള. ഗുരു സുലഭനായിരിക്കണം. നമുക്കൊരു ആവശ്യം വന്നാൽ ശിഷ്യനാണ് പ്രധാനം തന്ത്രശാസ്ത്രത്തിൽ. അപ്പോൾ അവൻ്റെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരു അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശിഷ്യൻ്റെ സംശയങ്ങളെ അകറ്റുന്നവനും അംഗവിക്ഷേപങ്ങൾ, മുദ്രകൾ എന്നിവയും അവയുടെ വിധാനങ്ങളും അറിയുന്നവനും ആയിരിക്കണം. നമുക്ക് ഈ ഒരുപാട് അംഗങ്ങൾ ഉണ്ട്, ഷഡകന്യാസം, അതുപോലെ തന്നെ ഒരുപാട് അംഗങ്ങൾ ഉണ്ട് തന്ത്രശാസ്ത്രത്തിൽ. അതുപോലെ തന്നെ മുദ്രകളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് അംഗങ്ങൾ പ്രത്യേകം, മുദ്രകൾ പ്രത്യേകമായിട്ടൊക്കെ ഓരോന്നോരോന്ന് പഠിക്കാം. ന്യാസക്രമങ്ങൾ അനവധിയുണ്ട്. ഇതൊക്കെ അറിയാവുന്നവനും അതിൻ്റെ തത്വങ്ങളെ അറിയാവുന്നവനുമായിരിക്കണം. വെറുതെ ഇപ്പം വന്നിട്ട് ഒരു മുദ്ര കാണിച്ച്, ഇപ്പം ഒരു മുദ്ര കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശംഖുമുദ്ര ഇതാണ്, ചക്രമുദ്ര ഇതാണ്, യോനിമുദ്ര ഇതാണെന്ന് പറഞ്ഞ് കാണിക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറമായിട്ട് ഈ മുദ്രകളുടെ തത്വം എന്താണ്, എവിടെയാണ് ഈ മുദ്ര കാണിക്കേണ്ടത്, എന്താണ് ശംഖുമുദ്രയുടെ അർത്ഥം, എന്താണ് ചക്രമുദ്രയുടെ അർത്ഥം, എന്താണ് യോനിമുദ്രയുടെ അർത്ഥം, എന്താണ് ലിംഗമുദ്രയുടെ അർത്ഥം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കാൻ, അതിന് സ്ഥൂലതലവും സൂക്ഷ്മതലവും അതുപോലെ തന്നെ കാരണതലവും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളും ഉജ്ജ്വലനും കാര്യങ്ങൾ കണ്ടറിയുന്നവനും അതറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവുള്ളവനും സദാ അന്തർമുഖനും അതേസമയം പുറത്തുള്ളതുമായ കാര്യങ്ങളെ കണ്ടറിയാനുള്ള കഴിവും സർവജ്ഞനും ദേശം, കാലം എന്നിവയെപ്പറ്റി അറിയാവുന്നവനും ദേശകാലാടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലഘട്ടം എങ്ങനെയാണ് പോകുന്നതെന്നും ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയുന്നവനും ആജ്ഞാസിദ്ധി നേടിയവനും ത്രികാലജ്ഞാനങ്ങളെയും അറിയാവുന്നവനും ആജ്ഞാസിദ്ധിയുള്ളവനും. വെറുതെ ആൾക്കാരുടെ അടുത്ത് ഒരു ചൂടാവുന്നതല്ല ആജ്ഞാസിദ്ധി. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ ഗുരുവിൻ്റെ ആജ്ഞയാണ് ദീക്ഷ. ഗുരുവിൻ്റെ സ്ഥാനമാണ് ആജ്ഞയിലും. നമുക്ക് ആജ്ഞാചക്രത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാനത് വിശദമായിട്ട് പറയാം. അവിടുത്തെ ചൈതന്യത്തിൽ പരമേശ്വര സ്വരൂപനായിരിക്കുന്ന ഗുരുവിൻ്റെ സ്ഥാനമാണ് ആജ്ഞയിൽ. അപ്പം നമുക്കത് ആ സമയത്ത്, അതുകൊണ്ട് തന്നെ ദീക്ഷ ആരംഭിക്കുന്ന ആജ്ഞയിലൂടെയാണ്. അപ്പം ആജ്ഞ കൊടുക്കാനുള്ള കഴിവും ആജ്ഞാസിദ്ധി ലഭിച്ചവനും സർവജ്ഞനും ത്രികാലജ്ഞാനം നേടിയവനുമായിരിക്കണം. ആരോഗ്യം, യാതൊരു ദുഃഖങ്ങളും ബാധിച്ചിട്ടില്ലാത്തവനും. അതിൻ്റെ അർത്ഥം ദുഃഖമില്ല എന്നല്ല, രോഗം ശരീരത്തിനായിരിക്കും, ദുഃഖം പുറത്തായിരിക്കും, പക്ഷെ അത് മനസ്സിനെ ബാധിച്ചിട്ടില്ലാത്തവനും, തൻ്റെ പ്രവൃത്തിയെയും മനസ്സിനെയും ഇതൊന്നും ബാധിക്കാത്തവനും, ശിഷ്യന്മാർക്ക് ശരിയായ ജ്ഞാനം പകരാൻ ശക്തനും, ശിഷ്യന്മാരെ നേരായ മാർഗത്തിൽ നയിക്കാൻ പ്രാപ്തനും, ശാന്തനും ശാസിക്കാൻ കഴിവുള്ളവനും. ഒരേ സമയം ശാന്തനും തെറ്റ് കണ്ടാൽ ശാസിക്കാൻ കഴിവുള്ളവനും, സർവ്വജീവജാലങ്ങളിലും ദയോടുകൂടി നോക്കുന്നവനും, ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യാൻ കഴിവുള്ളവനും, കാമ ക്രോധ ലോഭ മോഹ മതമത്സര്യാദികളായിട്ടുള്ള ഷഡ്വൈരികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ധാർമ്മികമായിട്ട് കൊണ്ടുപോകുവാൻ അതിശക്തമായ കഴിവുള്ളവനും, വിവേകപൂർവം സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും ശിഷ്യൻ്റെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിയിട്ട് ഏത് തലത്തിൽ നിന്ന് സംസാരിക്കണം എന്ന് അറിയാവുന്നവനും വിവേകശാലിയും
ജ്ഞാനികളല്ലാത്തവരുടെ വാദത്തെ, ലൗകിക തലത്തിലുള്ള വാദങ്ങളെ നിരാകരിച്ച് സ്ഥാപിക്കാൻ കഴിയുന്ന വ്യക്തിയും ജീവിതത്തിൽ ലേശം പോലും യാതൊരു കറയും പൊരുളാത്ത സംതൃപ്തനും സ്വതന്ത്രനും സകല മന്ത്രങ്ങളുടെയും ശക്തി ഉൾക്കൊണ്ടവനും മന്ദസ്മിതത്തോടുകൂടി സംഭാഷണം ചെയ്യുന്നവനും ഭക്തജനപ്രിയനും മഹാമനസ്കനും മഹത്തുക്കളെ ആദരിക്കുന്നവനുമായിരിക്കണം ഗുരു. അടുത്തത്, തൻ്റെ ഇഷ്ടദേവതയ്ക്ക് വേണ്ടി പൂജാദികൾ ചെയ്യുന്നതിന് സദാ ഉത്സാഹമുള്ള ആളായിരിക്കണം. യാതൊരു കോട്ടവും കൂടാതെ പൂജാദികൾ സദാ അനുഷ്ഠിക്കുന്നവനും നിത്യനൈമത്തികം കാമ്യം എന്നീ കാര്യങ്ങളിൽ ശാസ്ത്രവിധി പ്രകാരം കർശനമായി പ്രവർത്തിക്കുന്നവനും രാഗം, ദ്വേഷം, ഭയം, ക്ലേശം, ഡംബ്, അഹങ്കാരം എന്നിവ കൂടാത്തവനും തൻ്റെ വിദ്യ, അനുഷ്ഠാനങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ സദാ പാലിക്കുന്നവനും ധർമ്മശാസ്ത്രങ്ങളിൽ തൽപരനും യാദൃച്ഛികമായി തൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന സുഖങ്ങളിൽ തൃപ്തനും ദുഃഖങ്ങളിൽ വിഷമം വന്ന ശേഷം അതിൽ ഹുക്ക്ഡാവാതെ മുന്നോട്ട് പോകുന്നവനും നിയതപ്രജ്ഞനും അത്യാകാംക്ഷയില്ലാത്തവനും പക്ഷപാതരഹിതനും മന്ത്രം, യന്ത്രം, തന്ത്രം എന്നിവയെ വിൽപ്പനച്ചരക്കാക്കി മാറ്റാത്തവനും. ഇന്നത്തെ കാലത്ത് മന്ത്രവും യന്ത്രവും തന്ത്രവും ഒക്കെ വിൽപ്പനച്ചരക്കാക്കി മാറ്റാത്തവരെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഒരു 30,000 രൂപയിൽ കുറവുള്ള ഒരു പൂജയില്ലാതെ ഒരു ജ്യോതിഷച്ചാർത്ത് കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര പാടുള്ള കാര്യം. അപ്പം അതൊക്കെ വിൽപ്പനച്ചരക്കാക്കി മാറ്റുക എന്ന് പറയുന്നത്. പിന്നെ ആചാര്യന്മാരുടെ അടുത്ത് ഇതിന് വേറൊരു വശങ്ങളുണ്ട് കേട്ടോ. നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കുമ്പോൾ ആ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും യന്ത്രങ്ങളും ഒക്കെയുള്ള ചേർന്ന ബുക്കുകൾ ഒക്കെ അവിടെ ഉണ്ടാവും. അതൊന്നും ഒരു വലിയ വൈഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങി വിൽക്കുക എന്നുള്ളതല്ല. അത് ശിഷ്യന്മാർക്ക് വേറെ എവിടെ നിന്ന് കിട്ടാനാണ്, വിശ്വസിച്ച് വാങ്ങാനാണ്. അപ്പോൾ അതിനു വേണ്ടി കൊടുക്കാം, ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം തൻ്റെ ശിഷ്യന്മാർക്ക്. അതല്ലാതെ വിൽപ്പനച്ചരക്കാക്കി മാറ്റി ഓൺലൈനിലൊക്കെ കയറിയാൽ ഓരോ വെബ്സൈറ്റുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമാണ്. നമ്മുടെ പണ്ട് TV ചാനലുകളിലൊക്കെ വരുമായിരുന്നു, ഇന്ന് യന്ത്രം വീട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറൊക്കെ TV ചാനലിൽ പരസ്യമാണ്. ഈ നമ്പറിലേക്ക് കോൾ ചെയ്യും, നിങ്ങൾക്ക് ആ സർവ്വസിദ്ധി ധനാകർഷണ യന്ത്രം നിങ്ങളിലേക്ക് തേടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഇതിലൊന്നും പെടാത്ത ആളും മന്ത്രം, യന്ത്രം, തന്ത്രം എന്നിവയെ വിൽപ്പനച്ചരക്കാക്കി മാറ്റാത്തവനും നിസ്സംഗനും സംശയരഹിതനും വ്യക്തമായ അഭിപ്രായങ്ങളും നിശ്ചയങ്ങളും എന്നിവ വെച്ചു പുലർത്തുന്നവനും ധർമ്മത്തെ മുറുകെ പിടിക്കുന്നവനും. ഇപ്പോൾ നോട്ട് ചെയ്യണം, ധർമ്മത്തെ മുറുകെ പിടിക്കുന്നവനും സ്തുതിയും നിന്ദയും ഒരുപോലെ ഗൗനിക്കുന്നവനും മൗനിയും ആവശ്യമില്ലാത്ത സംസാരിക്കാത്തവനും ആരോടും സ്പെഷ്യലായിട്ടൊരു മമത കാട്ടാത്തവനും. ഹേ ദേവി, ഇതെല്ലാമാണ് ഉത്തമ ഗുരുവിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു ഉത്തമ ഗുരുവിൻ്റെ ലക്ഷണം. ഇതെല്ലാം കൂടെ ചേർന്നൊരു ഗുരുവിനെ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുകയും ആണ് ചെയ്യേണ്ടത്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് പറയണം. ഞാൻ ഈ വിഷയങ്ങളിൽ പറഞ്ഞത് കുലാർണവ തന്ത്രത്തിലെ ഗുരുലക്ഷണമാണ്. ഒരുപാട് തന്ത്രഗ്രന്ഥങ്ങളിൽ ഗുരുലക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനിവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കുലാർണവ തന്ത്രത്തിലെയാണ്. ഈ കുലാർണവ തന്ത്രത്തെയാണ് പലപ്പോഴും പല രീതിയിൽ വ്യാഖ്യാനിച്ച ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കുന്നത്. അപ്പം ഞാൻ ഈ കുലാർണവ തന്ത്രത്തിലെ വിഷയങ്ങളിൽ ഗുരുവിൻ്റെ ലക്ഷണവും ശിഷ്യൻ്റെ ലക്ഷണവും പറയുന്ന സ്ഥലത്ത് കാമക്രോധ ലോപമോഹ മതമത്സര്യാദികളായിട്ടുള്ള ഷഡ്വൈരികളെ ധാർമ്മികമാക്കാൻ കഴിവുള്ളവനും എന്നും നിഷ്ഠ പാലിക്കുന്നവനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പം പഞ്ചമകാരങ്ങളെക്കുറിച്ച് ആൾക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളെ നമുക്ക് ഇതും അതുപോലെ തന്നെ ശിഷ്യലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടി ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ചില ഗ്രന്ഥങ്ങൾ, ഭൈരവ ഗ്രന്ഥങ്ങളെയും മറ്റ് ചില കാര്യങ്ങളെയും കൂടെ കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് പഞ്ചമകാരങ്ങളെ പറയുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ വിശദമായിട്ട് പറയും. നമ്മൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗുരു എന്നുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഗുരുലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താന്ത്രിക ദീക്ഷിതനായിരിക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുഹൃതിയായിരിക്കണം, അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ആളായിരിക്കണം, നമുക്ക് അപ്രോച്ചബിൾ ആയിരിക്കണം, നമുക്ക് ഈ വിഷയമെല്ലാം പറയുന്നതായിരിക്കണം, ധാർമ്മികനായിരിക്കണം, സ്നേഹനിധിയായിരിക്കണം, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളായിരിക്കണം, ശിഷ്യന്മാരുടെ ജീവിതത്തെ ചൂഷണം ചെയ്ത് സ്വന്തം കീശ വീർപ്പിക്കാത്ത ആളായിരിക്കണം. ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുലക്ഷണം. അപ്പം ഇതെല്ലാം കൂടെ തികഞ്ഞ ഗുരുവിനെ എങ്ങനെ കിട്ടും? അറിവും അനുഭവവും ഉള്ള ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. അത്
സുഹൃതം കൊണ്ട് മാത്രമാണ്, ഗുരുക്കന്മാരില്ലാഞ്ഞിട്ടല്ല. പലപ്പോഴും ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള പല ആചാര്യന്മാരും ഈ മെയിൻ സ്ട്രീമിലേക്ക് പുറത്തേക്ക് വരാതെ അവർ ഉള്ളിൽ ഒളിഞ്ഞു പോവുകയാണ്. ഭാരതത്തിൽ ശിഷ്യന്മാർ കുറയുന്നെങ്കിലും ഗുരുക്കന്മാർക്ക് ഒട്ടും കുറവുണ്ടാവില്ല. പല സാധകരും തീവ്ര ഉപാസകരും പലരും, എൻ്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ടും കൂടിയാണ് പറയുന്നത്, എനിക്ക് പലരെ അറിയാം. ഇവരെല്ലാം പല പൊസിഷനിലും ഒന്നും അറിയാതെ ഇതിനുള്ളിലൂടെ അങ്ങ് പോവാം. ചിലപ്പോൾ അവരുടെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല അവരെന്ത് സാധനമായിരിക്കും അവർ ചെയ്യുന്നതെന്നുള്ളത്. അത്രയും രഹസ്യമായിട്ട് അതിതീവ്രമായിട്ടുള്ള സാധകരായിട്ട് ആണ് പോകുന്നത്. പലപ്പോഴും ഈ കുംഭമേള പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പം ഓരോ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ വരുന്നു എന്നുള്ളതല്ലാതെ, അവിടെയൊക്കെ വെച്ച് കാണും എന്നുള്ളതല്ലാതെ, അവിടെ വരുന്നതും വേറെ വേഷങ്ങളിലൊക്കെ ആയിരിക്കും. മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് വാടിച്ച് ഫുള്ള് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ആർക്കും മനസ്സിലാവാത്ത രീതിയിലായിരിക്കും വന്നൊക്കെ പോകുന്നത്. അങ്ങനെ രഹസ്യമായിട്ട് സാധകരും അനവധികളായിട്ടുള്ള സിദ്ധന്മാരും അനവധിയായിട്ടുള്ള ഗുരുക്കന്മാരും ഇന്നും ഭാരതഭൂമിയിലുണ്ട്. അവരെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം അവർക്കറിയാം ഈ വരുന്ന ആളിന് എത്രത്തോളം കർമ്മമുണ്ട്, എത്രത്തോളം യോഗ്യതയുണ്ടെന്നുള്ളത് അവർക്ക് നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാരും അങ്ങനെ പുറത്തേക്ക് വരാറില്ല. അപ്പോൾ ഈ അറിവും അനുഭവമുള്ള ഗുരുവിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്, ഭാഗ്യവുമാണ്, സുഹൃതമാണ്. അങ്ങനെ ഒരാളെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ സുഹൃതിയാണ് എന്നുള്ളതാണ് അർത്ഥം.